റിസർമി ഡോട്ടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് പടിഞ്ഞാറത്തറ ടൗണിനടുത്തുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇവിടെ ടോട്ടൽ 2 കോട്ടേജുകളാണുള്ളത്. ഒന്ന് 5 ബെഡ്റൂം കോട്ടേജും പിന്നെ ഒന്ന് 6 ബെഡ്റൂം കോട്ടേജും. ഏകദേശം 60 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇവിടെ, അതായത് 2 കോട്ടേജുകളിലും കൂടി ചേർന്നിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാണാസുര മലയുടെ ഈ ഒരു വ്യൂ, വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ട ശേഷം നേരെ റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ, അതായത് കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 6 ബെഡ്റൂം കോട്ടേജാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതേപോലെ തന്നെ പൂളും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2 കോട്ടേജും മുഴുവനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള കോമൺ പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആവും. പിന്നെ പൂളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പരമാവധി കോട്ടൺ ഡ്രസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഡൈവ് ചെയ്യരുത്, ഇതുവഴി തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. കുട്ടികൾക്കുള്ള ആ ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് എ ടൈം ഒരു 10-12 പേർക്കൊക്കെ ഇറങ്ങാനുള്ളൊരു വലിപ്പമുള്ളൊരു പൂളാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു സർവീസ് വില്ല കാറ്റഗറിയിലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പോണ്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉള്ളത്. ഇപ്പോൾ അവരത് ഒരു ചെറിയൊരു ഫിഷ് സ്പാ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അധികം വൈകാതെ തന്നെ അതൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനും ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാനുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ അവർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞിരിക്കുന്ന സൗകര്യങ്ങൾക്ക് പുറമെ ഇവിടെ അവർ ബാർബിക്യൂ ചെയ്യാനും ക്യാമ്പ് ഫയർ ചെയ്യാനും അതേപോലെ തന്നെ വൈഫൈ, മ്യൂസിക് ബോക്സ്, പിന്നെ കിച്ചൺ ഫെസിലിറ്റീസും കൂടെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇവിടുത്തെ 6 ബെഡ്റൂം കോട്ടേജിൻ്റെ ഫെസിലിറ്റീസാണ്. അപ്രോക്സിമേറ്റ് 30 മെമ്പേഴ്സിന് വരെ എക്സ്ട്രാ ബെഡ് ഉൾപ്പെടെ അറ്റ് എ ടൈം ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതലും ഫാമിലി അതല്ലെങ്കിൽ വലിയ ഗ്രൂപ്പുകളെയാണ് ഇവിടെ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വരുന്നത് താഴത്തെ കോമൺ ഹാളിലേക്കാണ്. ഹാളിൽ ഒരു വലിയ സോഫ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സോഫയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് TV, മ്യൂസിക് ബോക്സ്, ഫാൻ എന്നിവ കൊടുത്തിരിക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കോമൺ ഹാളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആ ഒരു കോർണറിലായിട്ട് വാഷ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഹാളിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ടേബിളും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ കിച്ചൺ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. കിച്ചണിന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും അതേപോലെ ഗ്ലാസ് സൗകര്യങ്ങളൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഫ്ലോറിൽ ടോട്ടൽ 3 റൂംസാണ് വരുന്നത്. അതിൽ ആദ്യത്തെ റൂം വരുന്നത് നമ്മുടെ ഹാളിനോട് അറ്റാച്ച് ആയിട്ടാണ്. ഇതൊരു നോൺ അറ്റാച്ച്ഡ് റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്വീൻ സൈസ് ബെഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ രണ്ടാമത്തെ റൂം കാണാം. ഇവിടെയുള്ള എല്ലാ റൂമുകളും നോൺ AC റൂമുകളാണ്. AC ഒന്നിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ക്വീൻ സൈസ് ബെഡ് തന്നെയാണ് രണ്ടാമത്തെ റൂമിലും കൊടുത്തിട്ടുള്ളത്. ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ടും നീറ്റായിട്ടും അവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോറും അതേപോലെ തന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡസ്റ്റ് ഫ്രീ ആണ്. ഹൗസ് കീപ്പിംഗ് വളരെ പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേസും എല്ലാ ഫെസിലിറ്റീസും അവർ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ റൂമിലായിട്ട് ഫാനും ഷെൽഫും അതേപോലെ തന്നെ ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ റൂമിലും ക്വീൻ സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ റൂമിലായിട്ട് ഫാന്, ടേബിള്, അതേപോലെ തന്നെ ഷെൽഫും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഈ ഒരു റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന 2 റൂമും കൂടെ കണ്ടിട്ട് വരാം. ടോപ്പ് ഫ്ലോറിൽ 2 റൂമുകളാണ് വരുന്നത്. 2 റൂമുകൾക്കും കൂടെ ഒരു കോമൺ ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എൻജോയ് ചെയ്തിരിക്കാൻ സാധിക്കും. ആദ്യത്തെ റൂമിലും ക്വീൻ സൈസ് ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ റൂമിൽ മിനി ടേബിള്, ഷെൽഫ്, ഫാൻ തുടങ്ങിയ കാര്യങ്ങളും ബെഡും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂമും വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ടാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അവരിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ലാസ്റ്റ് റൂം. ഈ ഒരു ലാസ്റ്റ് റൂമിൽ ബാൽക്കണി വ്യൂ കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പേ റൂമിൽ കൊടുത്തിരിക്കുന്നത് ക്വീൻ സൈസ് ബെഡാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. മിനി ടേബിളും അതേപോലെ തന്നെ ഷെൽഫ്, ഫാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റൂമിന് പുറത്തായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമും കൊടുത്തതുപോലെ തന്നെ ഇവിടെയും സെയിം ഫെസിലിറ്റീസാണ്. ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണി വ്യൂ തന്നെയാണ്. കപ്പിൾസിനാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു റൂം യോജിച്ചതാണ്. അപ്പോൾ ഈ ഒരു 6 ബെഡ്റൂം കോട്ടേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ 50 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല വലിയ വാഹനങ്ങളൊക്കെയാണ് തൊട്ട് താഴെ തന്നെ പാർക്ക് ചെയ്യാനും, ഇനി കാറൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. എല്ലാ റൂമുകളും നോൺ AC റൂമുകളാണ്. ഫാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് പുറമെ
2 റൂമുകൾ നോൺ അറ്റാച്ച്ഡും ബാക്കിയുള്ള 4 റൂമുകൾ അറ്റാച്ച്ഡ് ആണ് വരുന്നത്. വീൽ ചെയറിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആക്സസ് ചെയ്യാനുള്ള ചെറിയൊരു ഫെസിലിറ്റിയും കൂടെ അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 6 ബെഡ്റൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കിച്ചണും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, വൈഫൈ ഇതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ 5 ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജും കൂടിയാണ്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം.